മസ്കറ്റിലെ ചൂടിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ചെറിയൊരു റിലാക്സ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെറും 148 കിലോമീറ്റർ ഒന്ന് വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലേക്ക് എത്തും. അതായത് ബിർക്കാത്ത് അൽമോസ്. ഏതൊരു മലയാളിയായാലും ഇതേപോലുള്ള പച്ചപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് എന്തായാലും മനസ്സിലൊരു കുളിര് വരുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അതുമാത്രമല്ല, ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും ഈ സ്ഥലം സെലക്ട് ചെയ്യാം. കാരണം ഇവിടേക്ക് വരാനായിട്ട് വേറെ ചിലവുകളൊന്നുമില്ല, ആകെ എണ്ണ അടിക്കേണ്ട ചിലവ് മാത്രമേ ഉള്ളൂ. പണ്ട് കാലത്ത് ആളുകൾ താമസിച്ചിരുന്ന അതേ ബിൽഡിംഗ് തന്നെയാണ് ഇത്. അത് അതിന്റെ അതേ തനിമയിൽ തന്നെ ഇപ്പോഴും അവർ നിലനിർത്തി പോരുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലെ സ്ട്രെയിനും അതേപോലെ ജോലിയിലെ ടെൻഷനുകളൊക്കെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഒന്ന് റീഫ്രഷ് ആവാനായിട്ട് വളരെ നല്ലതാണ് ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഈ കനാലിൽ വരുന്ന ഈ വെള്ളം എന്ന് പറയുന്നത് ഈ മലമുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന വെള്ളമാണ്. അത് നല്ല സ്വീറ്റ് വാട്ടറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈയും കാലൊക്കെ കഴുകാം, അത്യാവശ്യം വേണമെങ്കിൽ കുളിപ്പിടിയ എന്തൊക്കെ ചെയ്യാം. പിന്നെ ചില സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് കുറച്ചും കൂടി വീതിയുള്ള കനാലൊക്കെ കാണാം. അപ്പോൾ അവിടെ കുറേ പിള്ളേരൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട്. പക്ഷെ കുളിക്കരുതെന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങളുടെ മാറി കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു തെങ്ങിൻ തോപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോകണ ഒരു ഫീല് കിട്ടും. കാരണം ചുറ്റുള്ളത് പനയാണെങ്കിലും ഒറ്റ നോട്ടത്തിൽ അത് തെങ്ങായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഈ ഒരു പോയിന്റിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് അതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷേ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല.